എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് തന്നെ കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പം എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം. അപ്പം അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാതിരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന, സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ